Asylum SSC RRB എല്ലാവർക്കും നമ്മുടെ വീക്കിലി കറന്റ് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മേജർ ആയി കഴിഞ്ഞ വീക്കിൽ കഴിഞ്ഞിട്ടുള്ള കുറേയധികം ഇൻസിഡൻസ് ആൻഡ് കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ SSC റെയിൽവേ എക്സാംസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. സോ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരുടെ കാണാനായിട്ട് പറയാം. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ SSC റെഗുലർ ബാച്ചിന്റെ കാര്യമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ഈ അടുത്ത വർഷം വരാൻ പോകുന്ന ഇപ്പം നമ്മുടെ CGL നടക്കാൻ പോവാണ്, ഇനി MTS നടക്കാനുണ്ട്, അങ്ങനെ കുറേ എക്സാമുകൾ നടക്കാൻ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ CHSL നടക്കാനുണ്ട്. യെസ്, അപ്പോൾ അടുത്ത വർഷം വരാൻ പോകുന്ന SSCയുടെ അണ്ടറിൽ വരുന്ന എല്ലാ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യാനായി ഒരൊറ്റ ബാച്ചാണ് നമ്മൾ ഒരുക്കുന്നത്. അതാണ് നമ്മുടെ SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. അതായത് അടുത്ത വർഷത്തെ SSC ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയം ഇതാ ആയി കഴിഞ്ഞു. സോ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് പറയുന്നത് വളരെ വലിയൊരു മണ്ടത്തരമായി പോകും. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പഠിച്ച കാര്യങ്ങൾ കുറേ അധികം റിവൈസ് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലാണ് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിച്ച സിലബസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി നമ്മൾ ഒരുക്കുകയാണ് നമ്മുടെ SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. 500+ hours ഓഫ് ലൈവ് ക്ലാസ് പെർ ഡേ 2 ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനഫ് ടൈം പ്രാക്ടീസ് ചെയ്യാനും വർക്കൗട്ട് ചെയ്യാനും ലഭിക്കുന്നതാണ്. 6 days ആയിരിക്കും വീക്ക്ലി ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. 5,999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. ക്ലാസ്സുകൾ 25-ാം തീയതി സെപ്റ്റംബർ 25-ാം തീയതി മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ SSCയിൽ ഒരു മികച്ച ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ജോയിൻ ചെയ്യുക നമ്മുടെ SSC റെഗുലർ ബാച്ചിലേക്ക്. റെഡി? ഇനി നിങ്ങൾക്ക് റെയിൽവേയിലാണ് നിങ്ങൾക്ക് ഇഷ്ട ജോലി, നിങ്ങൾക്ക് റെയിൽവേയിൽ ഒരു ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നമ്മുടെ റെയിൽവേ റെഗുലർ ബാച്ച് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്, അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 3,999 ആണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. റെഡി? അത് കൂടാതെ തന്നെ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് കറണ്ട് അഫെയർസ് വിത്ത് അനു എന്ന് പറയുന്ന എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. കൂടാതെ എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ളതും എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ്സ് എല്ലാം ഈ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ യൂട്യൂബ് സെഷൻ്റെ ഈ വീക്കിലി കറണ്ട് അഫെയർസിൻ്റെ നോട്ട്, കൂടാതെ എന്ത് യൂട്യൂബ് സെഷൻ പോയാലും അതിൻ്റെ നോട്ടുകൾ ഈ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. കൂടാതെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ്, പോൾസ്, ക്യൂസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. സോ ജോയിൻ ചെയ്യുക കറണ്ട് അഫെയർസ് വിത്ത് അനു എന്ന് പറയുന്നതിൻ്റെ ഗ്രൂപ്പിലേക്ക്. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്കിനി നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് പോകാം. നമുക്കറിയാം ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത് നാഷണൽ സ്പേസ് ഡേ ആണ് അല്ലേ. ഓഗസ്റ്റ് 23. അപ്പോൾ ഓഗസ്റ്റ് 23 is the നാഷണൽ സ്പേസ് ഡേ. ഇന്ത്യ സെലിബ്രേറ്റഡ് ഇറ്റ്സ് ഫസ്റ്റ് നാഷണൽ സ്പേസ് ഡേ. 2024 ഇന്ത്യ ആദ്യമായി നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അതായത് ചന്ദ്രയാൻ 3 മിഷന്റെ വിക്രം ലാൻഡറിന്റെ സോഫ്റ്റ് ലാൻഡിങ്ങിന്റെ ഓർമ്മയ്ക്കാണ് നാഷണൽ സ്പേസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ഈ ലാൻഡിങ് ഉണ്ടായിരുന്നത്. ശിവശക്തി പോയിന്റ് എന്നാണ് ആ പോയിന്റ് അറിയപ്പെടുന്നത്. ആര്യഭട്ട ടു ഗഗൻയാൻ, ആൻഷ്യൻ വിസ്ഡം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നുള്ളതാണ് ഇതിന്റെ തീം വരുന്നത്. ഇപ്രാവശ്യത്തെ നാഷണൽ സ്പേസ് ഡേയുടെ തീമാണ് ആര്യഭട്ട ടു ഗഗൻയാൻ, ആൻഷ്യൻ വിസ്ഡം ടു ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് എന്നുള്ളത്. ഓക്കെ, The National Meet 2025 തീം വരുന്നത് ലെവേർജിങ് സ്പേസ് ടെക്നോളജി ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് വികസിത് ഭാരത് 2047 എന്നുള്ളതാണ് ഇതിന്റെ തീം വരുന്നത്. നെക്സ്റ്റ്, സീനിയർ IPS ഓഫീസർ സതീഷ് ഗോൽച്ച ടേക്ക് ചാർജ് ആസ് ഡൽഹി പോലീസ് കമ്മീഷണർ. അപ്പോൾ ഡൽഹി പോലീസ് കമ്മീഷണറായിട്ട് ചുമതല ഏറ്റിരിക്കുന്ന ആരാണ്? സീനിയർ IPS ഓഫീസർ സതീഷ് ഗോൽച്ചയാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ സീനിയർ IPS ഓഫീസർ സതീഷ് ഗോൽച്ചയാണ് ഡൽഹി പോലീസ് കമ്മീഷണറായിട്ട് ചുമതല ഏറ്റിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൽഹി CM ആരാണ് എന്നുള്ളത് കമന്റ് ചെയ്യുക. BJPക്ക് എത്ര ഭൂരിപക്ഷത്തിലാണ്? അങ്ങനെയാണെങ്കിൽ ഡൽഹി CM ആരാണെന്ന് കമന്റ് ചെയ്യുക. കൂടാതെ BJP എത്ര സീറ്റുകൾക്കാണ് വിജയിച്ചത് എന്നുള്ള കാര്യം കൂടിയും കമന്റ് ചെയ്യുക. ടോട്ടൽ 70 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് ഡൽഹി ഇലക്ഷനിൽ. അതിൽ BJPക്ക് എത്ര സീറ്റാണ് ലഭിച്ചത്, അതുകൂടാതെ ആം ആദ്മി പാർട്ടിക്ക് എത്ര സീറ്റാണ് ലഭിച്ചത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഡൽഹി പോലീസ് കമ്മീഷണർ ആണ് സീനിയർ IPS ഓഫീസർ സതീഷ് ഗോൽച്ച.
അജയ് സിംഗ് റീഇലക്റ്റഡ് ആസ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്. അപ്പോൾ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ആയിട്ട് സ്ട്രേറ്റ് മൂന്നാമത്തെ ടേം സെലക്ട് ചെയ്തിരിക്കുന്ന ആളാണ് അജയ് സിംഗ്. അപ്പൊ അജയ് സിംഗ് റീഇലക്റ്റഡ് ആസ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ്. അപ്പോൾ മൂന്നാമത്തെ ടേം, അതായത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി അജയ് സിംഗ് അപ്പോയിന്റ് ആവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 2016 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്ത്യ വോൺ ഇറ്റ്സ് ഫസ്റ്റ് ഒളിമ്പിക് ബോക്സിംഗ് മെഡൽ ഇൻ 2008 ബീജിംഗ് ഒളിമ്പിക്സ്. അതായത് വിജേന്ദ്ര സിംഗിന് ബ്രോൺസ് മെഡലാണ് ബീജിംഗ് ഒളിമ്പിക്സിൽ ലഭിച്ചത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ബോക്സർ ഒളിമ്പിക് മെഡലിസ്റ്റ് ആണ് മേരി കോം. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് മേരി കോമിന് എന്ത് ലഭിച്ചത്? മെഡൽ ലഭിച്ചത്, ബ്രോൺസ് മെഡൽ ലഭിച്ചത് എന്നുള്ള കാര്യം ആലോചിക്കുക. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് അജയ് സിംഗ്. നെക്സ്റ്റ്, ജസ്റ്റിസ് ഡിനൈഡ് ജസ്റ്റിസ് ലോസ്റ്റ്. ജസ്റ്റിസ് ലോസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് ഓതർ ചെയ്തിരിക്കുന്നത് കാഞ്ചൻ ചക്രവർത്തിയാണ്. പുതിയ ബുക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ആർമി എക്സസൈസ് സമൻവയ് ശക്തി 2025 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സിവിൽ മിലിറ്ററി കോപ്പറേഷൻ ഇൻ ആസാം ആൻഡ് മണിപ്പൂർ ആണ് ഇതിന്റെ എയിം എന്ന് പറയുന്നത്. സോ ലൈലാപുലിയിലാണ് എന്ത് ചെയ്തത്? ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. എക്സസൈസ് സമൻവയ് ശക്തി 2025. ഇന്ത്യൻ ആർമിയും ആസാം ആൻഡ് മണിപ്പൂരിന്റെ സ്റ്റേറ്റ് ഒഫീഷ്യൽസും ഒരുമിച്ചുള്ള കൊളാബറേഷനിലാണ് ഈ എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ് ടു അച്ചീവ് ടോട്ടൽ ഡിജിറ്റൽ ലിറ്ററസി, ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കേരളമാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. കേരള ഡിക്ലെയർഡ് ഇന്ത്യാസ് ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റലി ലിറ്ററേറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇന്ത്യാസ് ഫുൾ ഡിജിറ്റൽ ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. മാസ് കവറേജ് ഓഫ് ഫസ്റ്റ് ഫുള്ളി മാർക്കറ്റിംഗ് ആൻഡ് കംപ്ലീഷൻ ഓഫ് phase 1 ഓഫ് ഡിജി കേരള പ്രോജക്റ്റ്. അപ്പോൾ ഈ ഒരു ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ ഇത് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. PM Modi inaugurates on the Simaria Bridge in Bihar. Prime Minister Modi inaugurated 8.15 kilometer on the Simaria Bridge project on NS31, featuring a 1.86 kilometer 6-lane bridge. River Gangene cover ചെയ്യുന്ന രീതിയിലുള്ള ബ്രിഡ്ജ് ആണ്. 1870 കോടിയാണ് ഈ ബ്രിഡ്ജിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. Constructed alongside nearly 7-decade-old Rajendra Setu bridge provide direct connectivity between Mokamma in Patna district and Begusari. ഏകദേശം 100 കിലോമീറ്റർ ട്രാവൽ ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് ഇതിന് സാധിക്കുന്നതാണ്. അപ്പോൾ ഓൺ ദ സിമാരിയ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 6 വരി പാതയാണ്. 1.86 കിലോമീറ്റർ ആണ് ഇത് ഉള്ളത്. ഹ്യൂജ് ക്രൗഡ് സെലിബ്രേറ്റ് ട്രഡീഷണൽ മർബാത്ത് ഉത്സവ് ഇൻ നാഗ്പൂർ. അപ്പോൾ മർബാത്ത് ഉത്സവ് എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്? നാഗ്പൂരിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് ഈ എന്താ പറയുക, സ്കൾപ്ചേഴ്സ് എന്നൊക്കെ ഈവിൾസിനെ ഒഴിപ്പിച്ച് കളയുന്ന ഒരു ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. ഒറിജിനേറ്റിംഗ് ഇൻ 19th century, that event was designed to ward off the evil spirit through effigies known as marbats, representing societal evil ills. അതായത് ഈ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊക്കെ ഈവൽ സ്പിരിറ്റ്സിനെ കളയുക, നമ്മുടെ സമൂഹത്തിൽ നിന്നും നെഗറ്റിവിറ്റിനെ ഒഴിവാക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ മർബാത്ത് ഫെസ്റ്റിവൽ എവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്? നാഗ്പൂരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ മർബാത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നാഗ്പൂരിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം ഓർക്കുക. പ്രൈം മിനിസ്റ്റർ മോദിയുടെ ന്യൂ ഡെപ്യൂട്ടി NSA. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ന്യൂ ഡെപ്യൂട്ടി NSA ആയിട്ട്, അതായത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അനീഷ് ദയാൽ സിംഗ് ആണ്. സോ അനീഷ് ദയാൽ സിംഗ് അപ്പോയിന്റഡ് ആസ് പ്രൈം മിനിസ്റ്റർ മോദീസ് ന്യൂ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അനീഷ് ദയാൽ സിംഗ്. അപ്പോൾ അനീഷ് ദയാൽ സിംഗ് ഫോമർ ഡയറക്ടർ ജനറൽ ഓഫ് CRPF,
former Director General of Indo-Tibetan Border Police and Special Director of Intelligence Bureau, has been appointed as Deputy National Security Advisor എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, ശുഭാൻഷു ശുക്ല ഇനാഗ്രേറ്റ്സ് ആര്യഭട്ട ഗാലറി ഓൺ നാഷണൽ സ്പേസ് ഡേ. അപ്പൊ നെഹ്റു പ്ലാനറ്റേറിയം ഡൽഹിയിലെ സെക്കൻഡ് നാഷണൽ സ്പേസ് ഡേയിൽ നമ്മുടെ ശുഭാൻഷു ശുക്ല ആര്യഭട്ട ഗാലറി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 2024 ആദ്യമായി നാഷണൽ സ്പേസ് ഡേ ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്തതെന്ന്. സോ രണ്ടാമത്തെ നാഷണൽ സ്പേസ് ഡേയിലാണ് ന്യൂഡൽഹിയിലുള്ള നെഹ്റു പ്ലാനറ്റേറിയത്തിൽ ശുഭാൻഷു ശുക്ല ആര്യഭട്ട ഗാലറി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, ISRO has unveiled a model of the first module of Bhattaria അന്തരീക്ഷ സ്റ്റേഷൻ. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇന്ത്യൻ ആരാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ISRO has unveiled a model of the first module of Bhattaria Antariksh Station, BAS. ISRO unveiled a model of the Bhattaria Antariksh Station module during 2-day National Space Day celebration. അപ്പോൾ India plans to launch first module of Bhattaria Antariksh Station ഏകദേശം 2028 ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് മൊഡ്യൂൾ ലോഞ്ച് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. എക്സസൈസ് മൈത്രി, ഇന്ത്യ തായ്ലൻഡ് ജോയിന്റ് എക്സസൈസ് ആയിട്ടുള്ള എക്സസൈസ് മൈത്രി നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും തായ്ലൻഡും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. തായിന്റെ ലാൻഡ്, തായ് എന്ന് പറഞ്ഞാലും മായി എന്ന് പറഞ്ഞാലും സെയിം ആണ്. അല്ലെങ്കിൽ മൈ ട്രീ നമ്മൾ എവിടെയാ വെക്കുക? മൈ ട്രീ, എൻ്റെ മരം. ഇന്ത്യ മൈ ട്രീ എവിടെയാ നമ്മൾ വെക്കാറ്? തായിന്റെ ലാൻഡിൽ, അമ്മേന്റെ ലാൻഡിലാണല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? മൈ ട്രീ, എൻ്റെ മരം പദ്ധതിയിൽ പണ്ട് തൈ കിട്ടിയത് നിങ്ങളായിരിക്കും തായ്ലൻഡ്. ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള എക്സസൈസ് ആണ് എക്സസൈസ് മൈത്രി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മേഘാലയയിലാണ് ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്രാമത്തെ എഡിഷൻ ആണ്? 14ാമത്തെ എഡിഷൻ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അമിത് ഷാ ഇനോഗ്രേറ്റ്സ് ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസ്. അപ്പോൾ ഹോം മിനിസ്റ്റർ അമിത് ഷാ ആണ് ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസ് ന്യൂഡൽഹിയിൽ ഇനോഗ്രേറ്റ് ചെയ്തത്. ഇതൊരു 2-day നാഷണൽ ഇവന്റ് ആണ്. ഇതൊരു 2-day നാഷണൽ ഇവന്റ് ആയിട്ടാണ് ന്യൂഡൽഹിയിൽ സെലിബ്രേറ്റ് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് ബോഡിയിൽ ഫസ്റ്റ് സ്പീക്കറിനെ തിരഞ്ഞെടുത്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. വീർ വിത്തൽഭായ് പട്ടേലിനെ നമ്മുടെ ലെജിസ്ലേറ്റീവ് ബോഡിയിൽ ഫസ്റ്റ് ഇന്ത്യൻ സ്പീക്കറായി തിരഞ്ഞെടുത്ത ദിവസത്തിന്റെ ഓർമ്മയ്ക്കാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ് ന്യൂസ്, രാജസ്ഥാൻ പോലീസ് ലോഞ്ചസ് ഓപ്പറേഷൻ സൻസ്കാർ ക്രാക്സ് ഡൗൺ ബൈക്കർ ഗാംഗസ് ഇൻ ഡംഗാർപൂർ. അപ്പോൾ ഓപ്പറേഷൻ സൻസ്കാർ എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ള ലോഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് പോലീസ് ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ ഓപ്പറേഷൻ ആണ്. ലൈക്ക് ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രിമിനൽ, അതായത് സോഷ്യൽ മീഡിയയിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെയാണ് ഓപ്പറേഷൻ സൻസ്കാർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. Launched in July, operation is aims reducing crimes by these local street gangs. അപ്പോൾ അത് കൂടാതെ തന്നെ ഓപ്പറേഷൻ എയിംഡ് അറ്റ് റെഡ്യൂസിങ് ക്രൈംസ് ബൈ ദി ലോക്കൽ സ്ട്രീറ്റ് ഗാംഗസ്. അപ്പോൾ ലോക്കൽ ഗുണ്ടകളുടെയൊക്കെ ഈ ഗ്യാങ് വാർസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് വാർസ് ഇതൊക്കെ ഒഴിവാക്കുന്നതിനാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ ആൾക്കാരെ പിടിക്കുകയും എന്നിട്ട് അവരവരുടെ ഈ അടിപിടി വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത സെയിം പ്ലാറ്റ്ഫോമിൽ ഇവരെ പിടിക്കുന്നതും ഇവർ സോറി പറയുന്നതുമായിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ലോഞ്ച് റോപ്പ് വേ പബ്ലിക് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ലോഞ്ച് റോപ്പ് വേ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വാരാണസി ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഏകദേശം 3.75 കിലോമീറ്ററിൽ 807 crore rupeesനാണ് ഈ ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ ഇന്ത്യസ് ഫസ്റ്റ് അർബൻ പബ്ലിക് ട്രാൻസ്പോർട്ട് റോപ്പ് വേ അണ്ടർ ട്രയൽ റൺ ഇൻ വാരാണസി, ഉത്തർപ്രദേശ്. അപ്പോൾ ട്രയൽ റൺ ഓൾറെഡി കഴിഞ്ഞു. കൺട്രീസ് ഫസ്റ്റ് അർബൻ റോപ്പ് വേ വാരാണസിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. 807 കോടിയാണ് ഇതിൻ്റെ ഈ പ്രൊജക്ട് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 3.75 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത്.
ബനാറസ് കാണ്ട് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഗൊഡൌലിയ ചൗക്ക് വരെയാണ് ഈ ഒരു പ്രൊജക്ട് വരുന്നത്. ഏകദേശം 45-50 മിനിറ്റ് ട്രാവൽ ടൈം 15 മിനിറ്റ്സിലേക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കാണ്ട്, വിദ്യാപീഠ് ആൻഡ് രഥയാത്ര ഇത്രയും സ്റ്റേഷൻസ് ആണ് ഇതിന് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 3-day ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്ട് ഫെസ്റ്റിവൽ ഓൾറെഡി കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു ദാൽ ലേക്കിൽ. അങ്ങനെയാണെങ്കിൽ വാട്ടർ സ്പോർട്ട് ഇവന്റിന്റെ മസ്കോട്ട് ആരായിരുന്നു എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്ട് കൺക്ലൂഡ് അറ്റ് ശ്രീനഗർ, മധ്യപ്രദേശ്. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്ട് കൺക്ലൂഡ്സ് അറ്റ് ശ്രീനഗർ. ആരാണ് മെഡൽ ടാലിയിൽ ടോപ്പ് വന്നത്? മധ്യപ്രദേശ് ആണ് മെഡൽ ടാലിയിൽ ടോപ്പ് വന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. മധ്യപ്രദേശ് ടോപ്പ് ദി മെഡൽ ടാലി. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്ട് ഫെസ്റ്റിവൽ 2025 ഏകദേശം 18 മെഡലുകളാണ് ലഭിച്ചത്. ഇതിൽ 10 ഗോൾഡ്, 3 സിൽവർ, 5 ബ്രോൺസ് മെഡലുകളാണ് മധ്യപ്രദേശിന് ലഭിച്ചത് എന്നുള്ള കാര്യം ആലോചിക്കുക. സെക്കൻഡ് വന്നത് ഒഡീഷയാണ്. മൂന്നാമത്തെ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് കേരളമാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓഗസ്റ്റ് 21 മുതൽ 23 വരെ ദാൽ ലേക്കിലാണ് ഈ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. മസ്കോട്ട് ആരായിരുന്നു എന്ന്, ഹിമാലയൻ കിങ്ഫിഷർ ആണ് മസ്കോട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. മസ്കോട്ട് ആരാണ്? ഹിമാലയൻ കിങ്ഫിഷർ ആണ് കേട്ടോ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മധ്യപ്രദേശ് ആണ് ഫസ്റ്റ്, ഒഡീഷ സെക്കൻഡ്, കേരളം തേർഡ് ആണ് വരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ Under-20 വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ബൾഗേറിയയിലാണ് നടന്നത്. റഷ്യയാണ് മെഡൽ ടാലിയിൽ ടോപ്പ് വന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇന്ത്യൻ റെസ്ലർ ആയിട്ടുള്ള കാജൽ വുമൺ ഫ്രീ സ്റ്റൈൽ 72 kg ഗോൾഡ് ലഭിച്ചിട്ടുണ്ട്. തപസ്യ ഗൽവാത്ത് ഫ്രീ സ്റ്റൈൽ 57 kg എഗെയിൻ ഗോൾഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഇന്ത്യയാണ്. സോ നേപ്പാൾ ഇതിലൊരു മെമ്പർ ആയിട്ട് ഒഫീഷ്യലി ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അതായത് പ്രോജക്ട് ടൈഗറിന്റെ 50th ആനിവേഴ്സറിയിലാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്ന ഒരു അലയൻസ് പ്രൈം മിനിസ്റ്റർ മോദി 2023 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2024 യൂണിയൻ ക്യാബിനറ്റ് ഇതിന് ഫോർമലി അംഗീകാരം കൊടുത്തു. സോ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ ഒഫീഷ്യലി മെമ്പർ ആയിരിക്കുകയാണ് നേപ്പാൾ. IMD സ്മാർട്ട് സിറ്റി ഇൻഡെക്സ് 2025. അപ്പോൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് IMD എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി ഇൻഡെക്സ് 2025 റിലീസ്ഡ് ബൈ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അപ്പോൾ ഈ IMD ഇൻഡെക്സിൽ സുറിച്ച് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, ഓസ്ലോ സെക്കൻഡ്, തേർഡ് വന്നിരിക്കുന്നത് ജനീവയാണ്. So, an urban setting that applies technology to enhance benefits and mitigate drawbacks of urbanization for citizens. അതായത് അർബൻ സിറ്റി ഇൻഡെക്സിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് സൂറിച്ച്, ഓസ്ലോ ആൻഡ് ജനീവയാണ് ഫസ്റ്റ് 3 പൊസിഷനിൽ. നെക്സ്റ്റ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് സിറ്റി ഇൻഡെക്സിൽ ഡൽഹിക്ക് 104ാമത് റാങ്കാണ്, മുംബൈക്ക് 106, ഹൈദരാബാദിന് 109ാമത്തെ റാങ്കാണ് വന്നിരിക്കുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ അഡോപ്ഷൻ, പിന്നെ അതുകൂടാതെ സിറ്റിസൺ സർവീസ്, ഗവർണൻസ്, മൊബിലിറ്റിയിലുള്ള ചാലഞ്ചസ്, നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇതിൻ്റെയൊക്കെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നമുക്ക് റാങ്ക് വരുന്നത്. ഇന്ത്യസ് ലാർജസ്റ്റ് ലൈബ്രറി എവിടെയാണ്? അമരാവതി, ആന്ധ്രാപ്രദേശിലാണ് സെറ്റപ്പ് ചെയ്തത് എന്നുള്ള കാര്യം ആലോചിക്കുക. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് അമരാവതിയിലാണ് ലാർജസ്റ്റ് ലൈബ്രറി, നമ്മുടെ കൺട്രീസ് ലാർജസ്റ്റ് ലൈബ്രറി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് അമരാവതിയിലാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. IATO ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ 41ാമത് കൺവെൻഷൻ നടന്നത് ആന്ധ്രാപ്രദേശിലാണ് എന്നുള്ള കാര്യം കൂടിയും ഓർക്കുക. നെക്സ്റ്റ് ചീഫ് റിസ്ക് ഓഫീസർ അറ്റ് NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, അതായത് ബ്രിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ചീഫ് റിസ്ക് ഓഫീസർ ആരാണ്? രാജീവ് രഞ്ജൻ ആണ്. നെക്സ്റ്റ് ആന്ധ്രാപ്രദേശ് ലോഞ്ചസ് ബുക്ക് ഓൺ പ്രോജക്ട് നാനി കാലി ഇമ്പാക്ട് ഓൺ ഗേൾഡ് ചൈൽഡ് വെൽഫെയർ. So Anand Mahindra, chairman of Mahindra Group, launched a coffee table book, May a Million Buds Bloom in Mumbai. May a Million Buds Bloom എന്ന് പറയുന്നത്
ആനന്ദ് മഹീന്ദ്ര ലോഞ്ച് ചെയ്തിട്ടുള്ള കോഫി ടേബിൾ ബുക്കാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. പ്രൊജക്ട് നാനി കാലി, അതായത് ഗേൾസിനുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നാനി കാലി എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, a book M.S. Swaminathan, The Man Who Fed India by Priyamvada Jayakumar. M.S. Swaminathan, The Man Who Fed India by Priyamvada Jayakumar. അതായത് ബയോഗ്രഫി, ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥന്റെ ബയോഗ്രഫിയാണ് MS സ്വാമിനാഥൻ ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇദ്ദേഹം 7th August 1925 കുംഭകോണം, തമിഴ്നാടാണ് ജനിച്ചിട്ടുള്ളത്. ഐക്കറിന്റെ ഡയറക്ടർ ജനറൽ ആണ് MS സ്വാമിനാഥൻ. അങ്ങനെയാണെങ്കിൽ ഐക്കറിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം ആയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ MS സ്വാമിനാഥന്റെ അവാർഡുകൾ ശ്രദ്ധിക്കുക. ഭാരത് രത്ന 2024, രാമൺ മോക്സായ് 1971, 3 പത്മ അവാർഡുകളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1967 പത്മശ്രീ, 1972 പത്മഭൂഷൺ, 1989 പത്മവിഭൂഷൺ. അതുകൂടാതെ തന്നെ 1987 വേൾഡ് ഫുഡ് പ്രൈസ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയും ഓർക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ആണ് റീസ്ട്രക്ചറിങ് ഓഫ് PM സ്വനിധി സ്കീം. അപ്പോൾ PM സ്വനിധി സ്കീം റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. Cabinet approves restructuring and extension of lending period of സ്ട്രീറ്റ് വെൻഡേഴ്സ്. അതായത് PM സ്വനിധി സ്കീം എന്ന് പറയുന്നത് എന്തായിരുന്നു? PM സ്ട്രീറ്റ് വെൻഡർ ആത്മനിർഭർ നിധി സ്കീമായിരുന്നു. ഇതിലേക്ക് 7332 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. അതുകൂടാതെ തന്നെ December 31, 2024 നിന്നും March 31, 2030 ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 1.15 crore ബെനിഫിഷ്യറീസിനാണ് ഇത് കവറേജ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കോവിഡ്-19 പാൻഡമിക്കിന്റെ സമയത്താണ് PM സ്വനിധി സ്ട്രീറ്റ് വെൻഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് ഇതിന്റെ നോഡൽ മിനിസ്ട്രി വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ DFS ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ സ്ട്രീറ്റിൽ ഒരു കുഞ്ഞു ഷോപ്പ് തുടങ്ങുന്നതിനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങുന്നതിനായിട്ട്, ഫിനാൻഷ്യൽ ലിറ്ററസി തുടങ്ങുന്നതിനായിട്ട് വേണ്ടി, ഡിജിറ്റൽ സ്കിൽസ് എടുക്കുന്നതിന് വേണ്ടി, ഇതൊക്കെയാണ് ഈ സ്കീം ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോൺ ട്രാൻചേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് 15,000 രൂപ, സെക്കൻഡ് ട്രാൻചയിൽ 25,000, തേർഡിൽ 50,000 രൂപയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തരും. അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നവർക്ക് 1,600 രൂപ, അപ് ടു 1,600 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് June 1, 2020 സോ ഇതാണൊരു ക്രക്സ് എന്ന് പറയുന്നത് സ്കീമിനെ പറ്റിയിട്ടുള്ള. സോ ഇന്നത്തെ വീക്കിലി കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് വീക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ, സീ യു.